എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ആക്സസ് കോഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതുമാണ്. ഇവിടെ ഹോം പേജിൽ അതായത് ഇൻഡെക്സ് പേജിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് കാണാം. 18 പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നത് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടക്കേണ്ട ഒരു നിശ്ചിത ഫീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് കൂടി നിങ്ങൾക്ക് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് അതായത് ലഭിച്ച വിദ്യാർത്ഥികൾ അതായത് സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് തന്നെ കോളേജിൽ പ്രവേശനം നേടണം. അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ നിന്നും ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണം. ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് ലഭ്യമാകുന്നതല്ല. അതിനാൽ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ ഒരു 2 എക്സ്ട്രാ കോപ്പികൾ നിങ്ങളുടെ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവയും പ്രോസ്പെക്ടസിലെ ക്ലോസ് 11.a.1 പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസുകളും എടുത്തുകൊണ്ട് കോളേജിൽ ഹാജരാവേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ ഈ ഒരു മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ബാധകമെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അടച്ച ശേഷം ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുമ്പായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. പോസ്റ്റ് ഓഫീസുകളുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ അത് ഫീസ് അല്ലെങ്കിൽ അധിക തുക ബാധകമെങ്കിൽ അടച്ച ശേഷം കോളേജിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ ഈ ഒരു സെപ്റ്റംബർ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിൽ പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 3rd അലോട്ട്മെൻറ്റുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 2-ാം തീയതി വരെ ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നൽകാവുന്നതാണ്. ഈ ഒരു 3rd അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ നൽകൽ നിർബന്ധമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.